ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മുടെ സിജി ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആയിരിക്കുകയാണ്. നമ്മളിന്ന് എൻഗേജ്മെൻറ്റിന് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ട്രെയിനകത്ത് നല്ല തിരക്കായിരുന്നു. നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം സ്നാപ്പിലൊക്കെ തോണ്ടി സ്നാപ്പൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് കുറച്ച് സമയം നമ്മൾ 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂർ നമ്മളങ്ങനെ സമയം കളഞ്ഞു. അങ്ങനെ തിരുവല്ലയിലെത്തി നമ്മളൊരു ഓട്ടോയിലാണ് പോയത്. ഇവിടെ കല്ലുപാറ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്താൻ സമയമായി. പള്ളിയിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ പള്ളി. അങ്ങനെ പള്ളീൻ്റെ ഉള്ളിൽ കുറേ നേരം കയറി. എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് എൻഗേജ്മെൻറ്റിനൊക്കെ വരുന്നത്. അങ്ങനെ പള്ളിയുടെ പുറംവശമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. അപ്പോഴേക്കും ചേച്ചി ഇത്ര ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ ചേച്ചിനെ കണ്ടു. ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാം. അതെ ഗൈസ്, ഇതാണ് നമ്മൾ കാത്തിരുന്ന വരൻ സജിത്ത് ഫ്രം മലപ്പുറം. പെരിന്തൽമണ്ണയിലാണ് ചേട്ടൻ്റെ വീട്. അങ്ങനെ നമ്മുടെ ബ്രൈഡ് ഇറങ്ങാൻ സമയമായി ഗൈസ്. അങ്ങനെ ഇതിൻ്റെ ചേച്ചി ഇപ്പം കാറിന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടണ്ടടാ. അടുത്തതായി വധൂവരന്മാർ ഒരുമിച്ചാണ് സ്റ്റേജിലേക്ക് നടന്നു വരുന്നത്. അങ്ങനെ അവർ വന്ന് അവിടെ ഇരിക്കുകയായിരുന്നു ഗൈസ്. പിന്നെ ഈ അച്ഛൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കനെയും പെണ്ണിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലാ 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 ലാ. അങ്ങനെ അവർ സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. അതെ, അവർ സ്റ്റേജിലേക്ക് വന്നു ഗൈസ്. പുറകിൽ വരുന്നത് ചേച്ചിയുടെ അച്ഛനാണ്. അങ്ങനെ അവർ സ്റ്റേജിൽ വന്നു. പിന്നെ അവരൊരുമിച്ച് ഉള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് മുന്നായിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഒരു സന്തോഷം തോന്നി. എല്ലാവരുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥനയോടൊക്കെ കൂടിയിട്ടുള്ളൊരു നല്ലൊരു നിശ്ചയമായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമായി ഗൈസ്. പിന്നെ അടുത്തത് ഫുഡാണല്ലോ. അങ്ങനെ നമ്മൾ ഫുഡിലേക്ക് പോയി. നമ്മൾ കഴിച്ചത് ചിക്കൻ ബിരിയാണിയായിരുന്നു ഗൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസും തെറ്റിപ്പോയി. ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ നാട്ടിൽ അടിപൊളിയാണല്ലോ. പിന്നെ നമ്മൾ കുറച്ച് സ്നാപ്പൊക്കെ എടുത്ത് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് സ്നാപ്പൊക്കെ എടുത്തിട്ട് തിരിച്ച് പോയി ഗൈസ്. ബൈ ബൈ.